ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പൈപ്പ് ക്ലീനിങ് മെറ്റീരിയൽ യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ഫ്ലവർ ആണ്. ഇവിടെ നമ്മൾ ഒരു ഫ്ലവറിന്റെ ഡിസ്പ്ലേ മോഡൽ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഫ്ലവർ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം നമ്മൾക്ക് ഇതിന്റെ മെറ്റീരിയൽസ് നോക്കാം. ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് നമുക്ക് പൈപ്പ് ക്ലീനിങ് വയർ വേണം. ദെൻ ഇതാണ് ഗ്രീൻ ടേപ്പ് വേണം. അതിനുശേഷം സ്റ്റെയ്മൻ. ഇത് ഫ്ലവറിന്റെ ഉള്ളിൽ കാണുന്ന ചെറിയ ചെറിയ മണികളില്ലേ, ഇവയാണ് കേട്ടോ നമ്മൾ ഇത് പറയുന്നത് സ്റ്റെയ്മൻ. ഇവയുടെ പല കളറുകളും നമ്മളുടെ അടുത്തുണ്ട്. ഇനി കാണിക്കാൻ പോകുന്നതാണ് സ്റ്റെം. നമുക്ക് ഏത് തരം ഗ്ലൂ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഇവിടെ സൂപ്പർ ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. ഒരു ഇതൾ ഉണ്ടാക്കാൻ നമുക്ക് 2 വയറുകൾ ആവശ്യമാണ്. ആദ്യം നമ്മൾ ഒരു വയർ എടുത്ത് നടുവിലൂടെ മടക്കാം. എന്നിട്ട് ആ 2 വയറുകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് വീണ്ടും നടുവിലോട്ട് മടക്കാം. ഇനി നമുക്ക് ഒരു ഫിംഗർ ഇടാനുള്ള ഗ്യാപ്പിലൂടെ ഒരു വയറും കൂടി ഇടാം. എന്നിട്ട് ഇവ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇത് നടുവിലോട്ട് മടക്കാം. നടുവിലോട്ട് നമ്മൾ മടക്കി. ഇനി ഈ 2 വയറുകളിൽ ഏതെങ്കിലും ഒന്നെടുത്ത് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. ഇവ താഴോട്ട് മടക്കുക. ഇങ്ങനെ പിടിച്ചുകൊണ്ട് താഴോട്ട് മടക്കണം. നീണ്ടു കിടക്കുന്ന ഭാഗങ്ങളിൽ ഒന്നെടുത്ത് ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഈ ഭാഗം ഒന്ന് കൂർപ്പിച്ചു കൊടുക്കുക. വിരൽ ഉപയോഗിച്ച് ഇവിടെ ഒന്ന് ചെറുതായി മടക്കുക. ഗ്യാപ്പുകൾ ഇല്ലാതെ വേണം മടക്കാൻ. കണ്ടില്ലേ, ഒരു പെറ്റൽ തയ്യാറായി. ഇനി ഇതുപോലുള്ള 5 പെറ്റൽസ് കൂടി ഉണ്ടാക്കണം. എല്ലാവരും പെറ്റൽസ് ഉണ്ടാക്കി കഴിഞ്ഞല്ലോ. ഞാൻ ഇതാ ഇവിടെ 6 പെറ്റൽസ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ഗ്ലൂ ഉപയോഗിച്ച് ഇവയെ ഒട്ടിക്കണം. അതിനു മുമ്പ് നമുക്ക് ഈ സ്റ്റെയ്മൻ ഇതിൽ വെക്കാവുന്നത് പോലെ ഉണ്ടാക്കാം. നമ്മൾ ഇവിടെ 6 സ്റ്റെയ്മൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ ഒരു വയറും ഉപയോഗിച്ച് ഒരു ലിറ്റിൽ ഫിംഗറിന്റെ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇവിടെ നമ്മൾ ഒരു ലിറ്റിൽ ഫിംഗറിന്റെ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഈ സ്റ്റെയ്മനിന്റെ നടുവിൽ വെച്ച് ഇവയെല്ലാം ഒരുമിച്ച് ഇങ്ങനെ പിടിച്ചത് കൊണ്ട് ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ഇതൊന്ന് മുറുകിയിരിക്കാൻ ഒന്ന് ട്വിസ്റ്റ് ചെയ്യണം. ഒരു ഇതളെടുത്ത് ഇവ ഇങ്ങനെ ഒട്ടിക്കണം. ഇവിടെ ഇത്തിരി ഗ്ലൂ പുരട്ടി കൊടുക്കാം. ഇനി ഇവ 3ഉം ഇങ്ങനെ ഒട്ടിക്കണം. ഇനി ഈ 3ന്റെയും ഗ്യാപ്പുകളിൽ അടുത്ത 3 എണ്ണം ഒട്ടിക്കാം. ഇപ്പോൾ നമ്മൾ 6 പെറ്റലുകളും ഒട്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു.
ഇനി കാണിക്കുന്നതാണ് സ്റ്റെം, പൂവിന്റെ തണ്ട്. ഇതെടുത്ത് നമ്മൾ ഇതിലൂടെ ഇറക്കണം. ഇങ്ങനെ ഇതിനുള്ളിലേക്ക് ഇറക്കിയതിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ ഇങ്ങനെ വളച്ചു കൊടുക്കണം. നമുക്ക് ലീഫ് ഉണ്ടാക്കാം. ഒരു ലീഫിന് 3 വയറുകൾ ആവശ്യമാണ്. ആദ്യം 2 വയറുകൾ എടുത്ത് അതിന്റെ നടുഭാഗം പിടിച്ച് ഒരു വയറും കൂടി വെക്കാം. എന്നിട്ട് ഇത് ഇങ്ങോട്ട് മടക്കിയതിനു ശേഷം ഈ കാണുന്ന 2 വയറുകളില്ലേ, ഇവ ഇങ്ങനെ കൂട്ടിപ്പിടിക്കാം. എന്നിട്ട് ഈ 2 വയറുകളിൽ ഏതെങ്കിലും ഒന്നെടുത്ത് ട്വിസ്റ്റ് ചെയ്യാം. ഇനി ഇത് പെറ്റലിൽ ചെയ്ത പോലെ അടിയിലോട്ട് മടക്കാം. ഇവിടെ 2 വിരലുകൾ വെച്ച് ഇങ്ങനെ കൂർപ്പിച്ചു കൊടുക്കാം. ഇവയെല്ലാം വരിക്ക് ഇതുപോലെ വെക്കണം. അതിനുശേഷം ഇവയിൽ ഏതെങ്കിലും ഒന്നെടുത്ത് ഇതുപോലെ മടക്കണം. ഇപ്പോൾ ലീഫ് റെഡിയായി. ഇതുപോലെ 2 ലീഫുകൾ നമുക്ക് ആവശ്യമാണ്. നിങ്ങൾക്ക് ഡാർക്ക് ഗ്രീൻ എടുക്കാവുന്നതാണ്. മുതൽ ഈ ടാപ്പ് നമുക്ക് സ്റ്റെമ്മിൽ ചുറ്റി കൊടുക്കാം. ഈ ലീഫും കൂടി വെച്ച് വേണം ചുറ്റാൻ. ഇപ്പോൾ നമ്മൾ ചുറ്റി കഴിഞ്ഞിരിക്കുന്നു. ഇനി കുറച്ചുകൂടി ഭംഗിയാക്കാൻ ഈ ലീഫും പെറ്റലും ഒക്കെ ഒന്നുകൂടി ഒന്ന് വൃത്തിയായി വളച്ചു കൊടുക്കാം. ഇവിടെ പൂക്കൾ റെഡി ആയിരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു.